എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 8ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളാണ്, അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം അയോധ്യയിലെ ശ്രേഷ്ഠതകൾ, അവിടുത്തെ ജനങ്ങളുടെ കേമത്വങ്ങൾ, അവിടുത്തെ മന്ത്രിമാർ, പുരോഹിതന്മാർ, ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് 7ാമത്തെ സർഗം വാൽമീകി മുനി അവസാനിപ്പിച്ചത്. ഇനി യാഗാദി കർമ്മങ്ങൾ, പുത്രകാമേഷ്ടി എന്നല്ല, ഇവിടെ അശ്വമേധം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളൊക്കെയാണ് വരാൻ പോണത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ ചൈവം പ്രഭാവസ്യ ധർമ്മജ്ഞസ്യ മഹാത്മന സുതാർത്ഥം തപ്യമാനസ്യ നാസീദ് വംശകരസുത. ഇപ്രകാരം വളരെ പ്രഗത്ഭനായിരുന്ന ആ രാജാവിന് തസ്യ എന്ന് പറഞ്ഞാൽ ദശരഥനെ പറ്റിയിട്ടാണ് പറയണത്. ഏവം പ്രഭാവസ്യ ധർമ്മജ്ഞസ്യ മഹാത്മന തസ്യ, മാത്രമല്ല സുതാർത്ഥം തപ്യമാനസ്യ, വളരെ പ്രഭാവവാനായിരുന്ന കഴിവുറ്റ രാജാവായിരുന്നു ദശരഥൻ. ആ ദശരഥൻ പിന്നെ ധർമ്മജ്ഞനായിരുന്നു, മഹാത്മാവായിരുന്നു. അങ്ങനെ ധർമ്മജ്ഞനും മഹാത്മാവുമൊക്കെയായി രാജാവായി ആ അയോധ്യയിൽ വാണുകൊണ്ടിരിക്കുന്ന ദശരഥന്, അദ്ദേഹത്തിന് വലിയൊരു ദുഃഖം വേട്ടയാടിയിരുന്നു അദ്ദേഹത്തിന്. അതാണ് സുതാർത്ഥം തപ്യമാനസ്യ. സുതനുണ്ടാവണം, മക്കളുണ്ടാവണം, പ്രത്യേകിച്ച് പുത്രനുണ്ടാവണം എന്ന് വിചാരിച്ച് മനസ്സ് ചുടുന്ന, മനസ്സ് വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് എത്ര കാലം കഴിഞ്ഞിട്ടും, അതാണ് സുതാർത്ഥം തപ്യമാനസ്യ വംശകരസുത ന ആസീത്, തൻ്റെ വംശത്തെ നിലനിർത്തുന്നതിനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടായില്ല. അതായത് ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു പുത്രി ഉണ്ടായിരുന്നു എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൗസല്യയിൽ തന്നെ ജനിച്ച പുത്രിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വംശം നിലനിൽക്കുന്നത് പുത്രന്മാരിലൂടെയാണ് എന്ന ആ ഒരു ചിന്ത പ്രകാരമാണ്, അതൊരു പൗരാണിക കാലം മുതൽക്കുള്ളതായ ഭാരതത്തിലെ ചിന്തയാണ്. പുരുഷന്മാർ, ആൺമക്കളാണ് കുടുംബത്തെ നിലനിർത്തുന്നത്, പെൺകുട്ടികൾ മറ്റൊരു ഗൃഹത്തിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇവിടെ പറയണത്. അതുകൊണ്ട് പറയാണ്, വംശത്തെ നിലനിർത്തുന്നവനായിട്ടുള്ളൊരു പുത്രൻ എത്ര മനസ്സുകൊണ്ട് ദുഃഖിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഉണ്ടായില്ല. അതാണ് സുതാർത്ഥം തപ്യമാനസ്യ വംശകരസുത നാസീത്. ആ ദശരഥന് പുത്രന്മാരും ജനിച്ചില്ല. എന്നിട്ട് അങ്ങനെ അതിനെ പറ്റിയിട്ട് ആവലാതി ഉള്ളിൽ നിറച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജാവ് എന്താ ചെയ്തത്? അതാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ചിന്തയാനസ്യ തസ്യൈവം ബുദ്ധിരാസീൻ മഹാത്മന സുതാർത്ഥം വാജിമേധേന കിമർത്ഥം നയജാമ്യഹം. ഏവം ചിന്തയാനസ്യ തസ്യ, ഇങ്ങനെ എന്താണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തത്, എത്ര കാലമായി ഞാൻ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവനായ ആ രാജാവിന് പെട്ടെന്നൊരു ദിവസം ഒരു ബുദ്ധി തോന്നുകയാണ്. അതാണ് ഏവം ചിന്തയാനസ്യ, ചിന്താകുലനായിട്ടുള്ള ആ മഹാരാജാവിന് മഹാത്മനഃ ഏവം ബുദ്ധി ആസീത്, ഒരു ദിവസം ഇങ്ങനെ ഒരു ബുദ്ധി വന്നു, ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. അതെന്തായിരുന്നു? സുതാർത്ഥം വാജിമേധേന കിം അർത്ഥം ന അഹം യജാമി. സുതാർത്ഥം, കുട്ടികളുണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കിം എന്തുകൊണ്ട്, വാജിമേധേന അർത്ഥം ന യജാമി, വാജിമേധം അതായത് അശ്വമേധയാഗം ഞാൻ എന്തുകൊണ്ട് ഇതുവരെ കഴിച്ചില്ല. അപ്പോൾ മക്കളുണ്ടാവുന്നതിന് ഏറ്റവും നല്ല ഒരു പരിഹാരമായിട്ട് അന്നത്തെ കാലത്ത് പറഞ്ഞു വച്ചിരുന്നത് അശ്വമേധയാഗമാണ്. ഒരു കുതിരയെ അഴിച്ചുവിട്ടിട്ട് ഒരു അശ്വമേധയാഗം നടത്താറുണ്ട്. അന്നത്തെ രാജാക്കന്മാരത് നടത്താറുണ്ട്. അങ്ങനെ അത് ചക്രവർത്തിയാവാൻ വേണ്ടിയിട്ട് പല പല രാജ്യങ്ങളിലൂടെ അതിൽ കൂടെയൊക്കെ കുതിരകളെ പായിക്കുക, എന്നിട്ട് കുതിരകളെ പിടിച്ചു കെട്ടുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുക, കുതിരകളെ തൊടാത്തവരിൽ നിന്ന് കപ്പം വാങ്ങുക, അങ്ങനെയുള്ള പ്രവൃത്തികളിൽ കൂടെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അശ്വമേധയാഗം നടത്താറുണ്ട്. ഇവിടെ പറയുന്നത് പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അശ്വമേധയാഗത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ രാജാവ് സ്വയം ആലോചിക്കുകയാണ്, ഇത്ര കാലം കുട്ടികൾ ഉണ്ടായില്ല എന്നുള്ള ദുഃഖം എൻ്റെ മനസ്സിലുണ്ടായിട്ട് പോലും ഞാൻ എന്തുകൊണ്ട് അശ്വമേധയാഗം ചെയ്യാം എന്ന് വിചാരിച്ചില്ല, അതെന്താ ഞാൻ ആലോചിക്കാഞ്ഞത്? അതാണ് പറയണത്.
വാജിമേധേന കിമർത്ഥം അഹം ന യജാമി. ഒരു അശ്വമേധയാഗം ചെയ്തുകൂടെ എനിക്ക്? കുട്ടികളുണ്ടാവുന്നതിന് ഏറ്റവും നല്ല ഒരു ആരാധനാക്രമമല്ലേ അശ്വമേധയാഗം എന്നാണ് പറയണത്. എന്നിട്ട് അടുത്ത ശ്ലോകം നോക്കാം. സനിശ്ചിതാം മതിം കൃത്വാ യഷ്ടവ്യമിതി ബുദ്ധിമാൻ മന്ത്രിഭിः സഹ ധർമാത്മാ സർവൈരപി കൃതാത്മഭി. അങ്ങനെ സ്വയം മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചു അശ്വമേധയാഗം ചെയ്യാം എന്ന്. അതിനുശേഷം എന്താണ് ചെയ്തത്? അതാണ് സഹ ബുദ്ധിമാൻ. ആ ബുദ്ധിമാനായിട്ടുള്ള രാജാവ് വളരെ ബുദ്ധിമാനായിരുന്നു. എല്ലാം വേണ്ടതുപോലെ ചെയ്യണമെന്ന് നല്ല അറിവുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിമാരെയൊക്കെ വിളിച്ചു. അതാണ് സഹ ബുദ്ധിമാൻ. സർവൈഹി കൃതാത്മഭി മന്ത്രിഭി സഹ. സർവൈഹി അഭി, എല്ലാ മന്ത്രിമാരെയും കൃതകൃത്യന്മാരായി, അതായത് രാജാവിന് വേണ്ടത്ര ഉപദേശങ്ങളൊക്കെ കൊടുത്ത് രാജാവിനെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ടുള്ള മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട്, കൃതാത്മഭി മന്ത്രിഭി സഹ, മന്ത്രിമാരോടൊക്കെ കൂടിയിട്ട്, ധർമാത്മാ സ ബുദ്ധിമാൻ ദശരഥ, ധർമാത്മാവും ബുദ്ധിമാനുമായിട്ടുള്ള ആ ദശരഥ രാജാവ് യഷ്ടവ്യം ഇതി മതിം കൃത്വ, ഇപ്പോൾ തന്നെ യാഗം ആരംഭിക്കാം എന്ന് തീരുമാനം എടുത്തു, മനസ്സിനെ ഉറപ്പിച്ചു വച്ചിട്ട് എന്നാണ് ഈ ശ്ലോകം തീരണത്. അടുത്ത ഒരു ശ്ലോകത്തോട് കൂടിയിട്ടാണ്, അടുത്ത ശ്ലോകങ്ങളിലേ അതിന് അന്വയം കിട്ടുള്ളൂ. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? യാഗം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറയാണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകം, 4ാമത്തെ ശ്ലോകത്തിൽ വരണത്. ശ്ലോകം നോക്കൂ. തതോ ബ്രവീൻ മഹാതേജ സുമന്ത്രം മന്ത്രിസത്തമം ശീഘ്രമാനയമേ സർവാൻ ഗുരുംസ്താൻ സപുരോഹിതാൻ. അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മന്ത്രിമാരെയൊക്കെ കൂടെ നിർത്തിയിട്ട് അവരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള സുമന്ത്രരോട് ഇങ്ങനെ പറഞ്ഞു. കുറേ മന്ത്രിമാരുണ്ട് എങ്കിലും എല്ലാവരും ഒരുപോലെയൊന്നും ആവില്ലല്ലോ. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ സുമന്ത്രർ തന്നെയാണ്. അതുകൊണ്ട് രാജാവ് അവരോട് പറയാണ്, തതഃ മഹാതേജാഹ മന്ത്രിസത്തമം സുമന്ത്രം അബ്രവീത്. അതിനുശേഷം ഏറ്റവും ഉത്തമനായിട്ടുള്ള മന്ത്രി പുങ്കവനായിട്ടുള്ള സുമന്ത്രരോട് ആ മഹാശ്രേഷ്ഠനായിട്ടുള്ള തേജസ്വിയായിട്ടുള്ള മഹാരാജാവ് ദശരഥൻ ഇപ്രകാരം പറഞ്ഞു. അബ്രവീൻ. എന്താണ് അബ്രവീത്? അബ്രവീത് പ്ലസ് മഹാതേജ, അബ്രവീൻ മഹാതേജ. അതായത് മഹാതേജസ്വിയായിട്ടുള്ള ദശരഥ മഹാരാജാവ് ഇപ്രകാരം അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മന്ത്രിമാരെപ്പോഴും കൊട്ടാരത്തിലുണ്ടാവും, പക്ഷേ കൊട്ടാരത്തിലില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് പുരോഹിതന്മാരൊക്കെ. എന്നിട്ട് സുമന്ത്രരോട് പറഞ്ഞത് എന്താണ്? സപുരോഹിതാൻ താൻ സർവാൻ ഗുരൂൻ മേ സർവാൻ ഗുരൂൻ ശീഘ്രം ആനയ. പുരോഹിതന്മാരും ഗുരുക്കന്മാരും വെവ്വേറെയുണ്ട്. പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ അവർ ഉപദേശങ്ങളൊക്കെ കൊടുക്കും. അതോടൊപ്പം തന്നെ പുരോഹിതന് യാഗാദി കർമ്മങ്ങളിൽ അധികാരം കൂടുതലാണ്. മറ്റുള്ളവരൊക്കെ സാധാരണ ഉപദേഷ്ടാക്കളാണെങ്കിൽ വസിഷ്ഠൻ പുരോഹിതനാണ്, മുമ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ടുവരൂ എന്ന് ദശരഥൻ സുമന്ത്രരോട് ആവശ്യപ്പെടുകയാണ്. അതാണ് സപുരോഹിതാൻ, പുരോഹിതന്മാരോടുകൂടിയ എൻ്റെ ഗുരുക്കന്മാരെ എല്ലാവരെയും, താൻ ഗുരൂൻ മേ സർവാൻ ഗുരൂൻ ശീഘ്രം ആനയ, വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരൂ. എനിക്ക് ചില കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്യാനുണ്ട്, അവരെ അറിയിക്കാനുണ്ട്. ഈ പറഞ്ഞതായിട്ടുള്ള യാഗങ്ങൾ ചെയ്യണമെങ്കിൽ ഗുരുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ വേണമല്ലോ, അവരാണല്ലോ ഇതൊക്കെ നടത്തി തരേണ്ടത്. അപ്പോൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരെയും ഇപ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ രാജാവ് സുമന്ത്രരോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സുമന്ത്രൻ എന്താ ചെയ്തത്? തതസ്സുമന്ത്രസ്ത്വരിതം ഗത്വാ ത്വരിത വിക്രമ സമാനയത് സതാൻ സർവാൻ സമസ്താൻ വേദപാരകാൻ. തഥ, അങ്ങനെ രാജാവ് പറഞ്ഞ ഉടനെ തന്നെ സുമന്ത്രര്, മന്ത്രിസത്തമനായിട്ടുള്ള സുമന്ത്രൻ ത്വരിതം ഗത്വ, ത്വരിത വിക്രമ സുമന്ത്ര ത്വരിതം ഗത്വ, വളരെ വേഗം തന്നെ നടപടികൾ കൈക്കൊള്ളുന്നവൻ, അതാണ് ത്വരിത വിക്രമനായിട്ടുള്ള മന്ത്രിസത്തമൻ എന്ന് പറഞ്ഞത്. രാജാവ് ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും അതൊക്കെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആൾക്കാരെയാണ് മന്ത്രിസത്തമന്മാരെ, മന്ത്രിപുങ്കവന്മാരെ എന്നൊക്കെ വിളിക്കുക. അതിൽ പെടും സുമന്ത്രര്. അതുകൊണ്ടാണ് ത്വരിത വിക്രമ,
എല്ലാ പ്രവൃത്തികളിലും രാജാവിനോടൊപ്പം നിൽക്കുന്നവൻ, രാജാവിനെ സഹായിക്കുന്നവനായ പരാക്രമകാരിയായിട്ടുള്ള ഉത്തമനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള സുമന്ത്രര് വേഗം തന്നെ ചെന്നിട്ട് പുരോഹിതന്മാരുടെ ഭവനങ്ങളിലോ ആശ്രമങ്ങളിലോ ഒക്കെ ചെന്നിട്ട് താൻ സമസ്താൻ വേദപാരകാൻ സർവാൻ, വേദം പഠിച്ചിട്ടുള്ള പുരോഹിതന്മാരെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരെയും, എല്ലാവരും വേദം പഠിച്ചിട്ടുണ്ട്, അതിൽ ചിലർ പുരോഹിതന്മാരാണ്. അങ്ങനെ വേദം പഠിച്ചിട്ടുള്ള ഗുരുക്കന്മാർ, വേദം പഠിച്ച പുരോഹിതന്മാരായി അങ്ങനെയുള്ള ഗുരുക്കന്മാർ, അങ്ങനെ 2-3 തരത്തിലുള്ള പുരോഹിതന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട്. അവരെ എല്ലാവരെയും തന്നെ സമാനയത്, കൊട്ടാരത്തിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി കൊണ്ടുവന്നു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാരാജാവ് പറയേണ്ട താമസമേ ഉണ്ടായുള്ളൂ. സുമന്ത്രര് പുരോഹിതന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ഗൃഹങ്ങളിൽ ചെന്നിട്ട് രാജാവിന് എന്തോ ഉണർത്തിക്കാനുണ്ട് നിങ്ങളോട് എന്ന് അറിയിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യ ജൈവം പ്രഭാവസ്യ ധർമ്മജ്ഞസ്യ മഹാത്മനഃ സുതാർത്ഥം തപ്യമാനസ്യ നാസീദ് വംശകരസുതഃ ചിന്തയാനസ്യ തസ്യൈവം ബുദ്ധിരാസീൻ മഹാത്മനഃ സുതാർത്ഥം വാജിമേധേന കിമർത്ഥം നയജാമ്യഹം സനിശ്ചിതാം മതിം കൃത്വാ യഷ്ടവ്യമിതി ബുദ്ധിമാൻ മന്ത്രിഭിः സഹ ധർമാത്മാ സർവൈരപി കൃതാത്മഭിः തതോ ബ്രവീൻ മഹാതേജാഃ സുമന്ത്രം മന്ത്രിസത്തമം ശീഘ്രമാനയ മേ സർവാൻ ഗുരുംസ്താൻ സപുരോഹിതാൻ തതഃ സുമന്ത്രസ്ത്വരിതം ഗത്വാ ത്വരിതവിക്രമ സമാനയത് സതാൻ സർവാൻ സമസ്താൻ വേദപാരകാൻ. വേദജ്ഞന്മാരായിട്ടുള്ള സകല മുനീശ്വരന്മാരെയും താപസന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ സുമന്ത്രര് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സന്ദർഭം ഇവിടെ നിർത്തുകയാണ്. ഇനി എന്തൊക്കെയാണ് അവരോട് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കലർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.